ഇസ്രയേലിലെ വാർത്താ ചാനലിൽ ഒരു ചർച്ച നടക്കുകയാണ്. ഗാസയിലെ പട്ടിണിയെക്കുറിച്ചാണ് ചർച്ച. ആ ചർച്ചയിൽ അവതാരകരെന്ന് പറയുന്ന മനുഷ്യമൃഗങ്ങളുടെ കഠിന ഹൃദയത്തിൻ്റെ ആഴം മനസ്സിലാകുന്നുണ്ട്. ഗാസയിലെ കുഞ്ഞുങ്ങളുടെ എല്ലും തോലുമായ അവസ്ഥ കണ്ട് ലോകം കരയുമ്പോൾ ആ കാഴ്ച കാണാൻ കഴിയാത്തവർ കേണപേക്ഷിക്കുമ്പോൾ അവരുടെ മനുഷ്യത്വ ബോധത്തിനു മേൽ ചെളി വാരി എറിയുന്നതാണ് ആ ചർച്ച. ഗസയിലേത് വ്യാജ പട്ടിണിയാണെന്നും വ്യാജ പട്ടിണി മരണങ്ങളാണെന്നും പറഞ്ഞ ചാനൽ പോഷകാഹാരക്കുറവ് മൂലം മരിച്ച കുഞ്ഞിൻ്റെ അമ്മയുടെ തടിച്ച ശരീരം കണ്ട് ആ കുഞ്ഞിൻ്റെ ഭക്ഷണം കൂടി അമ്മ കഴിക്കുന്നത് കൊണ്ടാണ് കുഞ്ഞിന് ഭക്ഷണം കിട്ടാതിരിക്കാനും കുഞ്ഞ് പട്ടിണിയാവാനും കാരണമെന്ന് പറഞ്ഞ് കളിയാക്കുകയാണ് ആ മനുഷ്യമൃഗങ്ങൾ. കുട്ടികൾക്കുള്ള ഭക്ഷണം കൂടി അമ്മ തിന്നു തീർക്കുകയായിരിക്കുമെന്ന് ചാനൽ അവതാരകൻ ചിരിച്ചുകൊണ്ട് പറയുന്നതും കാണാം. ഇതിനുശേഷം ഇവർ പറയുന്നതാണ് ഏറെ ഞെട്ടിപ്പിക്കുന്നത്. ആ കുഞ്ഞിനെ കൂടി ആ അമ്മ കടിച്ചു തിന്നുമായിരിക്കുമോ എന്ന് പരസ്പരം ഈ ക്രൂരന്മാർ ചോദിക്കുന്നുമുണ്ട്. ഇസ്രയേൽ ഒരു മനുഷ്യരാൽ ഭരിക്കപ്പെടുന്നവരുടെ രാഷ്ട്രമല്ല, മറ്റേതോ ചിന്തയാൽ നയിക്കപ്പെടുന്ന ഒരു കൂട്ടം മനുഷ്യക്കോലങ്ങളാൽ ഭരിക്കപ്പെടുന്ന ഒരിടമാണ്. വെറുപ്പും വിദ്വേഷവും ക്രൂരതയും സൈന്യത്തിൽ മാത്രമല്ല, ആചാരത്തിലും അനുഷ്ഠാനത്തിലും സംസ്കാരത്തിലും സർവ്വവിനിമയ ഇടങ്ങളിലും അവരിത് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാം ഇടയിൽ ഇസ്രയേലിൻ്റെ ഈ ക്രൂരതയോട് രാജിയാവാൻ കഴിയില്ല എന്ന് പറയുന്ന മനുഷ്യസ്നേഹികളുടെ ഇടപെടലുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകരാഷ്ട്രങ്ങളുടെ സമ്മർദ്ദത്തിനൊടുവിൽ ഗസയിൽ ഭക്ഷണവും വസ്ത്രങ്ങളുമായി വാഹനങ്ങളും ട്രക്കുകളും ഗസയിൽ പ്രവേശിച്ചിട്ടുണ്ട്. വിമാനങ്ങളിൽ നിന്നും ഭക്ഷണങ്ങൾ എയർ ചെയ്യുന്ന ദൃശ്യങ്ങൾ പങ്കുവെച്ച് ഈജിപ്തും ഒമാനും UAEയും ചൈനയും സൗദിയും ജോർദാനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഭക്ഷണങ്ങൾ വിമാനത്തിൽ നിന്നും പാരച്യൂട്ടുകൾ വഴി ഇറക്കുന്നതും അത് കയ്യിലെടുക്കാൻ ജനങ്ങൾ ഓടിക്കൂടുന്നതുമൊക്കെ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. എന്നാൽ ഈ എയർ ഡ്രോപ്പുകൾ കൊണ്ട് മാത്രം ഇതിന് പരിഹാരം കാണാൻ കഴിയില്ല എന്നാണ് മനുഷ്യാവകാശ പ്രവർത്തകർ പറയുന്നത്. ഇത്തരത്തിൽ ഏറെ സ്ട്രൈക്ക് ചെയ്ത ഒരു ദൃശ്യം ഇന്ന് കാണാൻ ഇടയുണ്ടായി. ഒരു പൊട്ടിപ്പൊളിഞ്ഞ വീടിനകത്തേക്ക് ഒരു യുവാവ് ഒരു ചാക്കിൽ തുണി കൊണ്ട് പൊതിഞ്ഞ ധാന്യപ്പൊടികളുമായി വീട്ടിലേക്ക് ഓടി വരുന്നതും വീട്ടിലെ കിടക്കയിൽ ആ ധാന്യം നിറഞ്ഞ ആ ചാക്ക് നിരത്തുന്നതും അത് കണ്ട് ആ വീട്ടുകാരെല്ലാം ആഹ്ലാദത്തോടു കൂടി ഇവൻ്റെ അരികിലേക്ക് വരുന്നതും ഇവൻ ഇത് സംഘടിപ്പിച്ചെന്ന് വെച്ചാൽ ഒരു വാഹനം കടന്നു വരുമ്പോൾ ആ ട്രക്കിലേക്ക് ചാടി കയറുകയാണ് അവിടുത്തെ മനുഷ്യർ. തൊട്ടപ്പുറത്ത് പെപ്പർ സ്പ്രേ അടിച്ചുകൊണ്ട് ഇസ്രായേൽ സൈന്യമുണ്ട്, വെടിവെച്ച് കൊന്നുകൊണ്ട് ഇസ്രായേൽ സൈന്യമുണ്ട്. ഇവർക്കിടയിൽ സംഘർഷമുണ്ടാക്കുവാനുള്ള പുതിയ ഗ്രൂപ്പിൻ്റെ ആളുകളുണ്ട്. ഇവരെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഓടുന്ന ട്രക്കുകളിലേക്ക് ജീവൻ പണയം വെച്ചുകൊണ്ട് ഇവർ ചാടിക്കയറി അവിടെ നിന്ന് ഈ ധാന്യം കൈക്കലാക്കുന്നതും ഒപ്പം തന്നെ ഇത്തരം എയർ ഡ്രോപ്പുകൾ വഴി ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഒന്ന് കഷ്ടിച്ച് കൊണ്ടുവരിക എന്നതുമൊക്കെ. അത്തരത്തിലൊരു സാഹസം കാണിച്ച ഒരു യുവാവിനെ പോലെ ആ യുവാവ് തൻ്റെ കഥകൾ പറയുന്നുണ്ട്. അവിടുത്തെ വീട്ടുകാർ, കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവർ അവനെ അഭിനന്ദിക്കുന്നുണ്ട്. നോക്കൂ, ഒരു ഭക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു ജനതയുടെ, ഒരു സമൂഹത്തിൻ്റെ ആവശ്യകതയുടെ ഒരു കാര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു വീഡിയോ കണ്ടത് ഈജിപ്തിലെ ഒരു നദിയുടെ കരയിൽ നിന്ന് ഗസയെ ലക്ഷ്യമാക്കിക്കൊണ്ട് എന്നെങ്കിലും ഈ ധാന്യപ്പൊടി ഗസയുടെ തീരത്തണയും എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അയാൾ കുറച്ച് കുപ്പികളിൽ ധാന്യവും അതോടൊപ്പം തന്നെ ആവശ്യമായ മറ്റു വസ്തുക്കളുമൊക്കെ ഒഴുക്കി വിടുകയാണ്. എന്നിട്ട് ഈ ധാന്യപ്പൊടി കിട്ടിയത് ഈ ഗസയിലുള്ള മനുഷ്യർ വീഡിയോ ചിത്രീകരിച്ച് പങ്കുവെക്കുന്നതും ഇത് അയച്ചു കൊടുത്ത ആൾ വളരെ സന്തോഷവാനായിരിക്കുന്നതുമൊക്കെ നമ്മൾ കാണുകയാണ്. ഇത്തരത്തിലാണ് ഗസയുടെ പട്ടിണിയുടെ അവസ്ഥ എന്നിരിക്കെയാണ് ഗസയിലെ പട്ടിണിയെ കളിയാക്കിക്കൊണ്ട് ഈ ഒരു കാര്യം ചാനൽ അവതാരകർ എന്ന് പറയുന്ന ആളുകൾ പറയുന്നത്. ഇതോടൊപ്പം എടുത്തു പറയേണ്ടത്, ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇറ്റലിയിൽ നിന്നും പുറപ്പെട്ട ഒരു കൂട്ടം മനുഷ്യാവകാശ പ്രവർത്തകർ അടങ്ങിയ സംഘത്തിൻ്റെ കപ്പൽ അഥവാ ഹണ്ടാല എന്ന് പേരിട്ടിരിക്കുന്ന ആ കപ്പൽ ഗസയോട് അടുക്കുകയാണ്. ഗാസ തീരത്തേക്ക് അടുക്കുന്ന കപ്പലിനെ ലക്ഷ്യമാക്കി 2 ബോട്ടുകളും ഒരു ഡ്രോണും അടുക്കുന്നതായി മനുഷ്യാവകാശ പ്രവർത്തകർ അവരുടെ വെബ്സൈറ്റിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ലോകത്തറിയപ്പെടുന്ന എഴുത്തുകാർ, പാർലമെൻറ്റേറിയന്മാർ, സാംസ്കാരിക പ്രവർത്തകർ, മനുഷ്യാവകാശ പ്രവർത്തകർ, ഡോക്ടർമാർ അങ്ങനെ ഉൾപ്പെടെയുള്ള 14ഓളം ആളുകളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു കപ്പൽ യാത്രയാണ് ഹണ്ടാല എന്ന് പറയുന്നത്. അത് ഏകദേശം ഇറ്റലിയിൽ നിന്ന് പുറപ്പെട്ട് ഈ കഴിഞ്ഞ 28-ന് പുറപ്പെട്ട് ഏകദേശം ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഗസയിലെ പട്ടിണിയും ഇസ്രയേലിൻ്റെ ക്രൂരതയും ലോക മനസ്സാക്ഷിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഈ ഹണ്ടാല പ്രവർത്തകരുടെ യാത്രയുടെ ലക്ഷ്യം. എന്നാൽ ലോക മനസ്സാക്ഷിക്ക് പുല്ലുവിലയാണ് ഇസ്രയേൽ കൽപ്പിക്കുന്നത് എന്നതും നമ്മളിവിടെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്.
waytonikah.com, the exclusive Muslim matrimonial site.